ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫെറാറോ റോഷർ കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സാധാരണ യൂട്യൂബിൽ ഇന്നേ വരെ ആരും തന്നെ ചെയ്യാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ട് നല്ല റിച്ച് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫെറാറോ റോഷർ കേക്കാണ് ഇന്നത്തെ റെസിപ്പി. ഫെറാറോ റോഷറിൻ്റെ മിഠായി കണ്ടിട്ടില്ലേ? അതിൽ മിൽക്ക് ചോക്ലേറ്റും ന്യൂട്രലയും അതിൽ ഒരുപാട് നട്ട്സൊക്കെ കവേർഡ് ചെയ്തിട്ടല്ലേ കാണാറ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു കേക്കിൻ്റെ കേക്ക് സ്പോഞ്ച്, അതുപോലെ തന്നെ ഷുഗർ സിറപ്പ്, ഉള്ളിലുള്ള ഫില്ലിങ്സ് എല്ലാം തികച്ചും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിൽക്ക് സിറപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് നല്ല ചൂടുള്ള മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ന്യൂട്രല എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത പാലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ സ്പോഞ്ചിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചു മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. നല്ല ഡാർക്ക് കളർ ുള്ള കൊക്കോ പൗഡറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡർ ഹെർഷസിൻ്റെ കൊക്കോ പൗഡറാണ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ മൈദ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് കൊടുത്തിട്ട് 2-3 പ്രാവശ്യം തരിച്ചു മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ടാണ് ഞാൻ തരിച്ചു മാറ്റി കൊടുക്കുന്നത്. ഒരു തവണ ഇതുപോലെ തരിച്ചു മാറ്റിയതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് വേണ്ടി 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പിഞ്ച് സാൾട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ബീറ്റായി വരട്ടെ. അങ്ങനെ ബീറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ഷുഗറും ചേർത്ത് കൊടുത്ത് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലും മിൽക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ലോ സ്പീഡിലിട്ടിട്ട് 1/4 കപ്പ് ഓയിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഓയിലൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പോർഷൻസ് ആക്കിയിട്ട് ഫസ്റ്റ് പോർഷന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മിൽക്ക് സിറപ്പ് ഉണ്ടല്ലോ, ന്യൂട്രല മിൽക്ക് സിറപ്പ്, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വളരെ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. അങ്ങനെ മിൽക്കും അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതായത് മൈദ മിക്സും കൂടി രണ്ടും ഇടവിട്ട് ചേർത്ത് കൊടുത്ത് മിക്സാക്കി നല്ലൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു കേക്കിൽ നമ്മൾ നോർമൽ കേക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് തയ്യാറാക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ന്യൂട്രല മിൽക്ക് മിക്സ് വെച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കേക്കിന് ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കേക്ക് ബാറ്റർ 8 ഇഞ്ച് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഓവൺ ഇല്ലാതെ നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു സോസ് പാനിലേക്ക് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഈ ഒരു കേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ സ്മെല്ല് അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കേക്ക് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നോർമൽ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുന്നതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റോട് കൂടി ഹൈറ്റോട് കൂടിയിട്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ചൂടാറി വരട്ടെ. അപ്പോൾ ചൂടാറുന്ന സമയത്ത് നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ന്യൂട്രലയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ന്യൂട്രലിൻ്റെ 1 ടേബിൾ സ്പൂൺ ന്യൂട്രലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്ക് തന്നെ മനസ്സിലായിട്ട് എത്രത്തോളം ന്യൂട്രല മിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ന്യൂട്രലയും ഈ ഷുഗർ സിറപ്പൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് ആണ്. അതിന് വേണ്ടി 1/4 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ന്യൂട്രലയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അത് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്താലും മതി. ഇപ്പോൾ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിപ്പിംഗ് ക്രീം അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്.
കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ന്യൂട്രലയും അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ. ഈ നെക്സ്റ്റ് ഹീസൽനട്ട്. ഈ ഒരു ഫെറാറോ റോഷർ കേക്കിൻ്റെ മെയിൻ ടേസ്റ്റ് ആയിട്ടുള്ളത് ഹീസൽനട്ടാണ്. അപ്പോൾ ഇതുപോലെയാണ് ഹീസൽനട്ട്. ഞാൻ 250 ഗ്രാം ഹീസൽനട്ട് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഹീസൽനട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലുള്ള ആ ബ്രൗൺ കളറിലുള്ള തോട് നമുക്ക് പോകും. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 250 ഗ്രാം ഹീസൽനട്ടും 250 ഗ്രാം കാഷ്യൂ നട്ട് അണ്ടിപ്പരിപ്പും കൂടിയാണ് ചേർത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 2 കപ്പ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ന്യൂട്രലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ന്യൂട്രല വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കുന്ന സമയത്ത് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ലൂസായിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ന്യൂട്രല ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അത് സ്റ്റിഫായി കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിഫായിട്ട് തന്നെ ന്യൂട്രല ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ കേക്ക്സിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനു വേണ്ടി നമ്മൾ ഈ ഒരു കേക്കിനെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ന്യൂട്രല മിക്സ് വെച്ചിട്ട് ഈ ഒരു കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതും ന്യൂട്രല മിക്സ് ചെയ്തിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ ഈ വിപ്പിംഗ് ക്രീം നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. എന്നിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഈക്വൽ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ചോക്ലേറ്റ് ന്യൂട്രല മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, ഫില്ലിങ്സിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്പാച്ചില വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം 2-3 ടേബിൾ സ്പൂൺ തന്നെ ഈ ഓരോ ഫില്ലിങ്സിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലും ചെയ്തെടുക്കുക. പിന്നെ ഓരോ ലെയേഴ്സ് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഫ്രോസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കേക്ക് ക്രംസ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നല്ല കറക്റ്റായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സെക്കൻഡ് ലെയറിലും ഇതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ന്യൂട്രല മിക്സും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നട്ട്സും കൂടി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം തേർഡ് ലെയറും വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള നട്ട്സും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫില്ലിങ്സും കേക്കിൻ്റെ ഡെക്കറേഷന് വരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അധികം നട്ട്സും അതുപോലെ തന്നെ ചോക്ലേറ്റും എടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്കിൻ്റെ എല്ലാവിധ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ആ നട്ട്സും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഫില്ലിങ്സും എല്ലാം കൂടി കലർന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഫില്ലിങ്സിൽ മാത്രം മതി, ഡെക്കറേഷൻ വേറെ ഒന്നും സിമ്പിളായിട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇത്ര അധികം ചോക്ലേറ്റിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ നട്ട്സിൻ്റെ ആവശ്യമില്ല. അപ്പം അതിനനുസരിച്ചൊന്ന് കുറച്ചെടുത്താലും മതി. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മുകളിലെ എല്ലാ ഭാഗത്തും സൈഡ്സുകളും അതുപോലെ തന്നെ എഡ്ജിലൊക്കെ ആയിട്ട് നന്നായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ഷാർപ്പ് എഡ്ജ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഈ ഒരു നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട്. വളരെ 1 മിനിറ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കേക്കിന് ഷാർപ്പ് എഡ്ജ് എങ്ങനെ തയ്യാറാക്കുന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിച്ചിട്ടാണ് പോകുന്നത്. ആദ്യം നമ്മുടെ കേക്കിൽ വരുന്ന എക്സസ് ആയിട്ടുള്ള ക്രീം ഐസിങ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു കാർഡ് വെച്ചിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗവും മുകൾ ഭാഗവും ഒരുപോലെ വേണം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം കേക്കിൻ്റെ ബോർഡിലുണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ക്രീമുകൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ട് കേക്ക് 1-2 മണിക്കൂർ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് വരട്ടെ.
അപ്പോൾ കേക്കിൻ്റെ ഫില്ലിങ്സിലേക്ക് കൊടുത്തിട്ടുള്ള ബാക്കിയുള്ള ചോക്ലേറ്റ് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ചോപ്പ്ഡ് നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു മിക്സാണ് നമ്മൾ കേക്കിൻ്റെ മുകളിലെ സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് ലൂസാക്കി എടുക്കാനാണ് നമ്മൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തത്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു മിക്സ് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കേക്കിൻ്റെ മുകളിലെ എല്ലാ ഭാഗത്തും സൈഡ്സിലും മുകളിലും ഒക്കെ ആയിട്ട് ഈ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഐസിങ് നൈഫ് വെച്ചിട്ട് വളരെ സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കേക്ക് കണ്ട ഫെറാറോ റോഷർ മിഠായിനെ പോലെ തന്നെയല്ലേ? ഫെറാറോ റോഷർ മിഠായിൻ്റെ മുകളിൽ ഇതുപോലെ ചോക്ലേറ്റും നട്ട്സും കോട്ടിങ് ചെയ്തതുപോലെയാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു മിഠായിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു നട്ട്സും ചോക്ലേറ്റും കവേർഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു കേക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞത് ഈ ഒരു നട്ട്സും ചോക്ലേറ്റും നന്നായിട്ട് കവേർഡ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നട്ട്സും അതുപോലെ തന്നെ ഉള്ളിലുള്ള ഫില്ലിങ്സും ഒക്കെ സൂപ്പർ ടേസ്റ്റാന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഫെറാറോ റോഷർ കേക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.